കള്ള എന്താടാ അവിടെ കിടന്ന് കാണിക്കുന്നത്? എവിടെ എന്തിന് വാങ്ങിച്ചില്ലേ? ഞാനൊന്നും വാങ്ങിച്ചില്ല. എന്താ വാങ്ങിക്കേ? ഇവിടെ ഒന്നും വാങ്ങിച്ചില്ലേ? എന്താടാ വാങ്ങിക്കേ? എടാ എന്റെ ബർത്ത്ഡേക്ക് വിളിച്ചാൽ നിന്നെ മാത്രം നീ അപ്പം ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരണ്ടേ അളിയാ? അയ്യാ കൊച്ചി പിള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പടം നടന്നു. ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തോണ്ടായിരുന്നേ. നീ എടുത്ത് വെച്ചില്ലേ? ഏഹ് നീ എടുത്ത് വെച്ചില്ലടാ. എടാ വയ്ക്കാന്ന് അറിയാമോ? ബർത്ത്ഡേ എല്ലാവരും അടിക്കുന്നത് എടുത്ത് അത്ഭുതമാണല്ലേ. ഞാടി നിർത്തി. എടാ ഞാടി നിർത്തിയെന്ന്. ഇന്നാണ് ബില്ല് വീട്ടിൽ പിടിച്ചില്ലേ? എന്റെ പൊന്നോ, ഞാൻ എന്താ കരുവച്ചെന്നറിയാം. അതുപോലെ ഇപ്പൊ മാമിയും സുരേന്ദ്രനും വീട്ടിൽ വന്നിട്ടുണ്ട്. അയ്യോ മാമി ഉണ്ടാ? എടാ നീല കുട്ടമുള്ള മാമനെ കൊണ്ട് ചെക്കപ്പിന് വഹിക്കാൻ. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ വീട്ടില്. ആര് ചെയ്യാൻ? അതുകൊണ്ട് മാമി ഇങ്ങോട്ട് വന്നു. ഉള്ള പണിയൊക്കെ മാമി ഒറ്റയ്ക്ക് ചെയ്യണം. പാവം പാവൊക്കെ തന്നെ. കളവിലെ സ്വഭാവമാരുണ്ടല്ലോ, തുള്ളിക്കുളത്തോട്ട് നിൽക്കും. ഡേയ് ബർത്ത്ഡേ ആയിട്ട് എന്തോ സ്പെഷ്യൽ? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതാ നാടൻ കോഴി നിർത്തി പൊരിച്ചതാ? ഒന്നും വേണ്ട. എന്നറിയാമോ? ബർത്ത്ഡേ അല്ല, അപ്പം നോൺ വേണ്ടാന്ന് വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ നല്ല വെജിറ്റേറിയൻ സദ്യ രണ്ടെണ്ണം പറഞ്ഞ് നമുക്കിരുന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം. എനിക്ക് പോടാടുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ അടിച്ച് പൊളിക്കാൻ വേണ്ടി ഞാൻ വന്നത്. പിന്നെ വേറെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചിക്കൻ ബീഫ് ഇരിപ്പുണ്ട്. നീ ഭയങ്കര പാചകമല്ലേ, ഉണ്ടാക്കുമെങ്കിൽ നമുക്ക് ഇവിടെ തട്ടാം. ആണാ? ഞാൻ പാചകം ചെയ്യാൻ കയറാം. പക്ഷേ ഇടയിൽ കൂടെ നീ വിടാൻ വന്നു കഴിഞ്ഞാൽ അടിച്ച് ചപ്പാ കുടിച്ചായിരിക്കും. വാടേ നീ വാ, ഉണ്ടാക്കാം. എടാ ഈ ചിക്കനും ബീഫ് എന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ആണാ? അല്ല ബർത്ത്ഡേ ആയിട്ട് അടിക്കില്ലെന്ന് പറഞ്ഞു. അത് വെജ് ആണെങ്കിൽ അടിക്കില്ല. ഇത് ഇതാണെങ്കിൽ നമ്മൾ നോൺ വെജ് ആണെങ്കിൽ അടിക്കാലോ. എന്തായാലും അടിക്കില്ല. കാരണം ഞാൻ അടിച്ചാൽ അലമ്പ്, നീ അടിച്ചാൽ അലമ്പ്. ഇത് വേണോ? ബർത്ത്ഡേ കുളമാക്കണോ? ആണോ? നീ ഒന്ന് ആലോചിച്ചത്. വേണ്ട. വേണ്ടേ? വേണ്ട. ഡേയ് എനിക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റൂല. നീ 3 മണിക്ക് വീട്ടിൽ പോകണം. അത് കഴിഞ്ഞ് സൈറ്റിൽ പെന്ന് എഞ്ചിനീയറെ കാണണം. നീ വെപ്പാളം കാണിക്കാന്നില്ലടേ. ഡേ അതുപോലെ നീലു എന്തിനാ കടുംപെടുത്തുന്നത്? എന്നെ വീട്ടിൽ കയറില്ലെന്നും അളിയാ. എങ്ങനെ പറഞ്ഞ് സംസാരിച്ച് സ്വാഭാവിക അളിയാ. ഒന്നും സംസാരേ നീ ഒന്ന്. ദൈവമേ, നീലിന്റെ മനസ്സ് മാറ്റില്ലേ. അവനെ ഒരിക്കലും വീട്ടിൽ കയറ്റല്ലേ. എടാ ദുഷ്ടാ, എല്ലാവരും എന്തോന്ന് എനിക്ക് മിണ്ടാതെ വീട്ടിൽ കയറി വന്നേ കാര്യങ്ങളറിയാൻ ഭയങ്കര മുഴുവണപ്പാണല്ലേ. നീ കയറി വേടാ. ഊന്നൂന്ന് കയറി മാനി കൈയോടെ പിടിക്കും. ഞാൻ നോക്കിക്കോടാ, ബാസിയാണ് പറയണത്. അവിടെ കയറിയിരിക്കും. ഞാൻ എന്തെങ്കിലും തുണ പറഞ്ഞ് നീലിനോട് പറഞ്ഞ് നിന്റെ പാര വെച്ച് ഞാൻ പുറത്താക്കി. അളിയാ ഒരു ആപത്ഘട്ടം വന്നാലേ എനിക്ക് നീലു മാത്രമേ ഉള്ളൂ അളിയാ. ഒറ്റ വീഴ്ച ഞാൻ നീലു. ടാ നാണമില്ലടാ പൈസ വെച്ചിട്ട് ബേവറേജ് പോയി ഇല്ലടാ. അവൻ്റെ ആപത്ഘട്ടം അളിയാ പറ്റിപ്പോയി അളിയാ. എന്താ ഈ സ്പോട്ടില്ലേ, ഇവിടെ വെച്ചാണ് നിന്റെ അമ്മ കവാലത്തിൽ ഒരു അടിയടിച്ചു നിന്ന്. എവിടെ കേട്ടെന്നറിയാ ശബ്ദം. അതിന്റെ അലവല് ഇപ്പോഴും ഉണ്ടല്ലേ ഈ റൂമിൽ. ഞാൻ കേൾക്കണളിയാ. വല്ലാത്തൊരു വൃത്തിയായിട്ട് അലർച്ച. നീ എങ്ങനെയാണ് അറിയുന്നത്? അപ്പോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.